ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പൊ കൊറോണ സമയത്താണെങ്കിൽ പോലും ഒരു 10 വർഷം ഈ ഇതിന്റെ ബ്രദർ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. മാഡം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുകൾ, വലിയൊരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് ഈ മേഖലയിലേക്ക് വരുന്നത്. വരുന്ന സമയത്ത് ഇതിലൂടെ വിജയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റും എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയല്ല. കാരണം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സമയത്ത് ഇതിലേക്ക് വരികയും ഇന്ന് ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമെന്ന് പറയുന്നത്. സാധാരണ എക്സ്പീരിയൻസ് ഞാൻ പറയാറുണ്ട്, എല്ലാവർക്കും വരുമാനം വാരിക്കൊരു ഈ കമ്പനി കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു പുതുജീവിതം കൂടി തന്ന ഒരു മഹാപ്രസ്ഥാനമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ എത്തിപ്പെട്ടുള്ളത്. കാരണം വർഷങ്ങൾക്ക് മുന്നേ വലിയൊരു ബാധ്യത, കാരണം അനുഭവം നമുക്ക് എന്നും ഒരേ ഇതേലേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ചില ആളുകളൊക്കെ കേട്ടവരാവാം, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 18.5 ലക്ഷം കടബാധ്യത, ബാങ്ക് ലോണും, അതുപോലെ തന്നെ മലപ്പുറം MDC ബാങ്ക് എന്റെ തറവാട് വക വീട് ജപ്തി ചെയ്യാൻ വെച്ച അവസ്ഥ, ഈ ബ്ലേഡിനും കത്തിക്കൊക്കെ ഒട്ടനവധി സംഖ്യ വാങ്ങിച്ച അതിന്റെ കണക്കൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്താണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. കാരണം വീടിന്റെ ഒക്കെ ആധാരം എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ പേരിലായിരുന്നു. അച്ഛൻ അല്പസ്വല്പൊക്കെ ഒരു മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായതുകൊണ്ട് അമ്മയുടെ പേരിലാണ് ബന്ധുക്കാർ വീടൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഞാൻ അന്നത്തെ നല്ല ആളായിരുന്നു. നല്ല ആളെന്നൊക്കെ നമ്മള് മാനദണ്ഡം എന്താ വരിക, മദ്യപിക്കാതിരിക്കുക, വെള്ളടിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, പുകവലിക്കാതിരിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ നല്ല ആള് എന്നുള്ളതിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ബിസിനസ് നാട്ടുപ്രദേശത്തായതുകൊണ്ട് കടങ്ങളൊക്കെ പോയത് കാരണത്താൽ എന്ത് ചെയ്ത് വലിയ വലിയ ബാധ്യതയിലേക്ക് വന്നു. അപ്പോ വസ്തുവിന്റെ ആധാരം, അമ്മയുടെ പേരിലുള്ള വസ്തുവിന്റെ ആധാരം അമ്മ ചോദിച്ചപ്പോ ഒരു മടി കൂടാതെ എടുത്ത് തരികയും ഞാനത് ബാങ്കിൽ, മലപ്പുറം MDC ബാങ്കിൽ പണയപ്പെടുത്തി. അന്ന് ബാങ്കിലൊക്കെ നമുക്കറിയാം ആദ്യ സമയങ്ങളിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഞാൻ മാനേജർ ഇതില് പോസ്റ്റ്മാനും ഞാനുമായിട്ടുള്ള ബന്ധം കാരണത്താൽ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും കത്തുകളൊന്നും വീട്ടിൽ പോകരുത്, എന്റെ അടുത്തോ അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിലോ ഏൽപ്പിക്കണം. അത് അദ്ദേഹം കൃത്യമായിട്ട് പാലിച്ചു പോകുന്നു. ഒരു ദിവസം മലവെള്ളം വരുന്ന പോലെ ബാങ്ക് മാനേജറും സംഘവും ഓരോ കാറിൽ ബോർഡ് വെച്ച കാറിൽ വീട്ടിൽ വന്ന് ചുമലില് നോട്ടീസ് പതിച്ചതോടു കൂടിയാണ് എന്റെ ജീവിതം മാറി മറിയുന്നത്. കാരണം അതുവരെ ബാങ്കിലെ അടവൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് കുടുംബമൊക്കെ വിശ്വസിച്ചിരുന്നത്. ഇത് പോസ്റ്റ് ഒട്ടിച്ചതോടുകൂടി അടുത്തടുത്തൊക്കെ വീടുള്ള നിറയെ വീടുകളുടെ ഒരു സ്ഥലമാണ് എന്റെ വീട്, തറവാടുള്ള വീടുള്ളത്. എല്ലാവരും അറിയുകയും അത് കാട്ടുതീ പോലെ പെട്ടെന്ന് പടർന്നു പിടിക്കുകയും വീട്ടിലൊരു മരണ വീട് പോലെ, ഞാൻ സ്ഥലത്തില്ലായിരുന്നു ആ സമയത്ത്. വൈഫ് വിളിച്ചു പറഞ്ഞ സമയത്ത് ഇനി എന്ത് ചെയ്യണം, വീട്ടിലേക്ക് വരണോ അതോ തിരിച്ച് നാട് വരണോ എന്നുള്ള അവസ്ഥ വന്നു. പക്ഷെ വൈഫും കുട്ടിയൊക്കെ ഉള്ള ഇതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോകാൻ കഴിഞ്ഞില്ല. തിരിച്ച് നാട്ടിലെത്തിയ സമയത്ത് ഒരു മരണ വീട് പോലെ ആയിരുന്നു വീട്. ഈ സമയത്ത് ഈ പലിശയൊക്കെ മേടിച്ച ടീം വിവരങ്ങളൊക്കെ അറിഞ്ഞു. സ്ഥാപനം പൂട്ടി, സ്റ്റാഫൊക്കെ പല രീതിയിലേക്ക് മാറി പോകാൻ തുടങ്ങി. അവരും തെരഞ്ഞു വരുന്ന സമയത്താണ് വീട്ടിൽ ഇറങ്ങേണ്ടി വന്നത്. ഒരു 3, 4, 5 ദിവസം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വാടക വീട്ടിലേക്ക് അങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമയത്താണ് ഈ വാടക കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. കുട്ടിയുടെ സ്കൂൾ ഫീസ് കൊടുക്കാതെ പറ്റാത്ത അവസ്ഥ വരുന്നു. വീട്ടില് നമുക്കറിയാം, എല്ലാവരും ഈ സമയത്തൊക്കെ സുപ്രഭാതം കേട്ടും മറ്റു നല്ല നല്ല കണികളൊക്കെ കണ്ടിട്ടാവും നമ്മളെ ഉണരുന്നത്. ഞാൻ ഈ സമയത്തൊക്കെ ഉണർന്നിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പാത്രങ്ങള് വീഴുന്ന ശബ്ദം കേൾക്കുക, അതുപോലെ തന്നെ മറ്റു പാത്രങ്ങളൊക്കെ ചുമരിലേക്ക് എറിയുന്ന ശബ്ദം കേൾക്കുക. ഇതിനൊക്കെ കാരണം മറ്റൊന്നായിരുന്നു. കാരണം ചായ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര നോക്കുന്ന സമയത്ത് പഞ്ചസാര ഉണ്ടാവില്ല. അപ്പൊ ദേഷ്യം പിടിച്ച് വൈഫ് എന്ത് ചെയ്തത്, വലിച്ചെറിയും. പാത്രങ്ങള് എന്താണ് ചായപ്പൊടി ഇടാൻ നോക്ക്, ചായപ്പൊടി ഉണ്ടാവില്ല. അപ്പൊ ദേഷ്യം പിടിക്കും, അത് വലിച്ചെറിയും. ഇങ്ങനെ എന്ത് ചെയ്യാ ഇതാക്കുന്ന കുട്ടി ഓരോ കാര്യത്തിന് വാശി പിടിച്ച് കരയുന്ന സമയത്ത് കുട്ടിക്ക് കിട്ടുന്ന അടി, ഇങ്ങനെയുള്ള ഈ ഓരോരോ അത് കേട്ടിട്ട് ഇന്നൊന്നും പല്ല് തേക്കാതെ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എഴുന്നേറ്റ പാടെ ഇറങ്ങിപ്പോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു എനിക്ക് ആ സമയത്ത് ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന്റെ മുന്നേ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്.
ഏതായാലും ഏത് കയറ്റം കയറിയാലും ഒരു ഇറക്കം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ, ഏത് പ്രയാസങ്ങൾക്ക് പിന്നിലും ഒരു സുഖം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ, ഏത് വേദനകൾക്ക് പിന്നിലും ഒരു എന്ത് ചെയ്യണം സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്റെ ജീവിതത്തിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് കരുതി ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്തും ഞാൻ വിശ്വസിച്ചു ഏത് സ്റ്റേഷനും ഒരു ദിവസം ഉണ്ടാവും, ആ ദിവസം വരും എന്ന് ഞാൻ എന്ത് ചെയ്യുക ശക്തമായിട്ട് വിശ്വസിച്ചു എന്നുള്ളതാണ് ഇന്നും ഈ കമ്പനിയിലൂടെ ജീവിക്കുന്നു എന്നുള്ളത്. ഇങ്ങനെ എന്റെ സ്റ്റോറി പലരും കേട്ടതാണ്. കാരണം ഞാനത് പറയാൻ കാരണം എത്ര ബാധ്യതയുള്ള ആളുകൾ ഈ കമ്പനിയിൽ വന്നാൽ പോലും അവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണത്. ഇന്ന് ഈ പ്രയാസങ്ങൾക്ക് പിന്നിലും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖം എന്ന് പറയുന്നത്, ഞാന് പഠിക്കുന്ന സമയത്ത് പച്ചവെള്ളം കുടിച്ചായിരുന്നു സ്കൂളിലൊക്കെ ഇരുന്നിരുന്നത്, ഭക്ഷണവും കഴിക്കാതെ. ഇന്ന് എന്റെ മകൾ PG ചെയ്യുന്നത് ലണ്ടനിലാണ്, ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ്. ഇന്ന് ഏകദേശം 1 കോടി 1.25 കോടി വില മതിക്കുന്ന വീടും സ്ഥലവും സ്വന്തമാക്കിയത് ഈ ഒരു ബിസിനസ്സിലൂടെയാണ്. ഇന്ന് ഞാൻ സഞ്ചരിക്കുന്ന ഏതാണ്ട് ഒരു 7 ലക്ഷത്തിന് മേലെ വരുന്ന ഒരു കാറ് സ്വന്തമാക്കിയത് ഈ ഒരു ബിസിനസ്സിലൂടെയാണ്. സ്കൂട്ടർ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ ഈ ഒരു ബിസിനസ്സിലൂടെ നേടാൻ സാധിച്ചു എന്ന് പറയുന്നത്, ഞാൻ പറയുമ്പോ ഇന്നലെ അനുഭവിച്ച യാതനകൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അത് ഈ എന്റെ ലീഡേഴ്സിന്റെ അല്ല, എന്റെ ലൈഫ് ലൈൻസിന്റെ അവരുടെ എല്ലാവരുടെയും ബലത്തിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഇതിലെ ലീഡർമാർ എന്ന് പറയുന്നത് വെറും നമ്മളെ സ്പോൺസർ മാത്രല്ല, നമ്മളെ വഴികാട്ടികളാണ്. യാതനകൾ അനുഭവിച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ടീം സക്സസിലെ കരുത്തറ്റ ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും നന്ദി പറയാം. പ്രത്യേകിച്ച് നമ്മളെ ബെന്നി സാർ എന്റെ സുഹൃത്താണ്, വർഷങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം എനിക്ക് അവസരം തന്നതിന് നന്ദി പറയുകയാണ്. അതുപോലെ ബിജു സാർ ITC, ഉമ്മർ ഉസ്താദ് NTC, അയ്യൂബ് സാർ NTC റാങ്കിലെ, സാഹിർ സാർ NTC റാങ്കിൽ, റമി സാർ NTC റാങ്കിൽ, ഇങ്ങനെ പോകുന്നു, സുരേന്ദ്രൻ സാർ NTC, ഇങ്ങനെ പോകുന്ന ഒരു നല്ലൊരു ലീഡേഴ്സ് നിരയുള്ള ഒരു ടീമിൽ കാരണം വളരെ സന്തോഷമാണ്. ഇങ്ങനത്തെ ഇതിൽ നമുക്കൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ വാക്കുകൾ ഞാൻ എന്നും ശ്രമിക്കുന്നതാണ്. അവരൊക്കെ മോട്ടിവേഷൻ സ്പീച്ചുകൾ എനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്റെ ലൈഫിലൊക്കെ വലിയൊരു സംഭവങ്ങൾ, ഇന്നും മറക്കാൻ കഴിയാത്ത ലീഡേഴ്സാണ്. ഇങ്ങനത്തെ ഒരു ടീം സക്സസ് എന്ന ഈ ടീമിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഞാൻ ഈ നേടിയതൊക്കെ ചെറിയ നേട്ടങ്ങളാണെങ്കിൽ പോലും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഇന്നലകളെ പറ്റിയാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു എന്ത് ചെയ്യാണ് കുറവുകൾ, നമ്മളെ എന്ത് കുറവുകളെ പറ്റിയും നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളായിക്കോട്ടെ, വിദ്യാഭ്യാസം നല്ല ആളുകളായിക്കോട്ടെ, സ്ത്രീയെന്നോ പുരുഷനോ ഒന്നോ ഒരു വ്യത്യാസം വേണ്ട. പ്രായം നമ്മളെ തളർത്തുന്ന കാര്യമല്ല. പക്ഷെ എന്തുണ്ടാവണം, എനിക്ക് വിജയിച്ചേ അടങ്ങൂ. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, ഞാൻ ആരൊക്കെ എന്നെ തടഞ്ഞാലും എന്നെ പിന്നോട്ട് വലിച്ചാലും അവിടെ ഒന്നും ഞാൻ പരാജയപ്പെടില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നമ്മളെ പിടിച്ചു കെട്ടാൻ പറ്റൂല എന്നുള്ളതാണ്. പലരും പറയാറുണ്ട് എനിക്ക് ആളുകളെ കിട്ടുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല എന്നൊക്കെ. നിങ്ങൾ ഈ റോഡ് സൈഡിൽ ഈ പാനിപൂരി വിൽക്കുന്ന ഹിന്ദിക്കാരെ കണ്ടിട്ടുണ്ടോ? വെറും മലയാളം മാത്രം അറിയുന്ന, വെറും ഹിന്ദി മാത്രം അറിയുന്ന ഈ കൂട്ടർ വൈകിട്ട് അതിന്റെ കച്ചവടം ചെയ്യുന്ന ആളുകളെ നിരീക്ഷിക്കും. ഞാൻ എന്റെ പണി ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഈ നടന്നിങ്ങനെ വയൽ നോക്കി നടക്കുക, ഇവരെങ്ങനെയാണ് ഇത് വിൽക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇവര് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭാഷ ഒരു പ്രശ്നമേ അല്ല. അവരെന്ത് ചെയ്യാ, നമ്മൾ പറയുന്നത് നമ്മളെ ചുണ്ടിലൂടെ ആയിട്ടും കാര്യങ്ങളായിട്ടും അവർ മനസ്സിലാക്കുന്നു, അവര് സെയിൽ ചെയ്യുന്നു.
അവര് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ മലയാളം മാത്രം അറിയുന്ന ആളുകളാണ് നമ്മള്. എന്നിട്ട് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. ആയിരക്കണക്കിന് രൂപയാണ് അവർ ദിവസം ദിവസം അവർ നാട്ടിലേക്ക് അയക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഹിന്ദി ഭാഷ മാത്രം അല്ലെങ്കിൽ അവരുടെ പ്രാദേശിക ഭാഷ മാത്രം അറിയുന്ന ഇക്കൂട്ടർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരെന്ത് ചെയ്യാണ്, ഇന്ന് ആയിരക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും അവരെ സ്വന്തം നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുപോകുന്നത് ഈ കൂട്ടരാണെന്നുള്ളതാണ്. അവർക്ക് ഭാഷ പ്രശ്നമല്ല. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് എന്ത് ചെയ്യാണ്, ദൃഢമായിട്ട് ഇറങ്ങി തിരിച്ചൊരു ഒരു വ്യക്തിയെ ഭാഷയോ മറ്റു മാനദണ്ഡങ്ങളോ ഒന്നും അവരെ പിന്നോട്ട് വലിക്കുന്നില്ല എന്നുണ്ട്. ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നല്ല വിജയം നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജയിക്കാനായിട്ട് നമ്മൾ കളിക്കണം. കളി പരാജയപ്പെടാനല്ല, തോൽക്കാനല്ല. ഒരുപക്ഷെ തോൽവിയൊക്കെ നടക്കുന്നുണ്ടാവാം. പൊരുതി പരാജയപ്പെടുന്നത് ഒരു വിജയിയേക്കാൾ എന്താണ് 10 മടങ്ങ് മധുരം അതിന് കിട്ടുന്നതാണ്. സ്വയം പരാജയം സമ്മതിക്കുന്ന ഒരു വീരുവിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് അയാളെ മാറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്താണ് ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മളെ കമ്പനിയെ പറ്റിയും നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയും നമ്മൾ ചെയ്യുന്ന മേഖലയെ പറ്റിയും എല്ലാ ദിവസവും എന്ത് ചെയ്യാ, പുതിയ പുതിയ ആളുകളോട് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യുന്നത് ഒരു സ്വഭാവമാക്കി മാറ്റുക, നമ്മൾ ഹാബിറ്റാക്കി മാറ്റുക. എന്താണ് നമ്മളെ കമ്പനി, എന്താണ് നമ്മുടെ ഉൽപ്പന്നങ്ങള്, ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. നമ്മൾ അതില് നെഗറ്റീവ് പറയുന്നവരുണ്ടാവാം, പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അവരെന്തോ പറഞ്ഞോട്ടെ. ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ഒരു സന്ദേശം അവരെന്ത് വിചാരിക്കും, അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഈ മേഖലയെ പറ്റി എന്ത് വിചാരിക്കും, അവരെന്നെ ഇതാക്കും. അതൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന എന്ത് ചെയ്യാണ് ഒരു ഘടകങ്ങളിൽ ഒന്നാണ്. അവർക്ക് നമ്മെ പറ്റി ചിന്തിക്കാൻ സമയം, അവർക്ക് അവരെ പറ്റി ചിന്തിക്കാൻ തന്നെ സമയമില്ല എന്നുള്ളതാണ്. പിന്നല്ലേ നമ്മളെ പറ്റി ചിന്തിക്കുന്നത്. ഇങ്ങനെ തെറ്റായ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ദിവസവും എന്ത് ചെയ്യുക, നമ്മളെ കമ്പനിയെ പറ്റിയും നമ്മളെ ഉൽപ്പന്നങ്ങളെ പറ്റിയും നമ്മൾ ചെയ്യുന്ന മേഖലയെ പറ്റിയും ഇതിൽ വിജയിച്ച ആളുകളെ പറ്റിയൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രസന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അത് ഹാബിറ്റായിട്ട് മാറ്റുക. ഇതില്ലാത്തതാണ് ചില ആളുകളെങ്കിലും ഇതിൽ പരാജയം പെടാൻ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളത്. പിന്നെ വേണ്ടത് എന്ന് പറയുന്നത് എന്താണ്, കൃത്യമായ ഫോളോ അപ്പ്. നമ്മൾ ഈ പുതിയ ആളുകളെ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ എന്തെങ്കിലും നമ്മളെ ഫോളോ അപ്പ് നടക്കണം എന്നതാണ്. വല്ലാതെ വൈകിപ്പോയത് 1-2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വേണ്ടത്ര റിസൾട്ട് വരുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും പുതിയ പുതിയ ആളുകളെ തേടി നമ്മൾ പോകേണ്ടി വരുന്നുള്ള. കാരണം ഈ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് എടുക്കണം. കാരണം ഒരു പാമ്പിനെ പോലും ഒന്നൊക്കെ വെറുതെ വിടണം, അല്ലെങ്കിൽ അതിനെ കൊല്ലണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യനോട് നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് ഫോളോ അപ്പ് ചെയ്യുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ റിസൾട്ട് എടുക്കാൻ കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. കൃത്യസമയത്ത് തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെയാണ് ഈ ഇതിൽ വിജയിച്ച ആളുകളൊക്കെ ഞാൻ പരിശോധിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പല പല ലീഡർമാരായിക്കോട്ടെ, നമ്മള് ഇന്ന് കാണുന്ന ലീഡർമാരൊക്കെ നമ്മൾ കോട്ടും സൂട്ടും ഒക്കെ എടുത്ത് നല്ല ആഴ്ച 2-10 മേടിക്കുന്ന ആളുകളൊക്കെ ഒരു സുപ്രഭാതത്തില് വന്ന് സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച ആളുകളല്ല. ഇന്ന് നമ്മൾ ഇരിക്കുന്ന സീറ്റ് എന്താണോ ആ സീറ്റിലൂടെ ഇരുന്ന് വളർന്ന് വന്ന ആളുകൾ, മഹാന്മാരായ ആളുകളാണ്. പക്ഷെ അവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ പ്രോഗ്രാമുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടായിരുന്നു.
എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ടോ അതിലൊക്കെ അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ കുടുംബത്തിലെ കല്യാണം വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, മറ്റ് മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ചടങ്ങുകളിലൊന്നും അവർ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ഈ മരണം ഒഴികെ മറ്റുള്ള ചടങ്ങുകളൊക്കെ അവര് ഈ സമയത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരത് മാറ്റി വെച്ചപ്പോഴും ആ കൃത്യമായിട്ട് ആ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ബന്ധത്തില് കല്യാണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വീട് പാർക്കലായിക്കോട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് ഇവർ പങ്കെടുത്തില്ല എന്ന കാരണം കൊണ്ട് അത് മാറ്റി വെച്ചതായിട്ട് എവിടെയും ഒരു അറിവില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മളൊക്കെ എന്താ ഒരു ശാപം എന്ന് പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് അത് പ്രശ്നമായി. കുടുംബത്തെ വെറുപ്പിക്കേണ്ടെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ കല്ലുത്തിയോർത്തും പോയിട്ട് നമ്മൾ പ്രോഗ്രാമുകളായിട്ടും മറ്റു ചടങ്ങുകളിലൊക്കെ ആയിട്ട് പങ്കെടുക്കും. നമ്മൾ ഇവിടെ നാട്ടിലില്ല, വിദേശത്താണെന്ന് കരുതട്ടെ, ഈ സമയത്തും നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നില്ലേ, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നില്ലേ? അതേപോലെ തന്നെ 4-5 വർഷം അല്ലെങ്കിൽ 3-4 വർഷം നമ്മൾ ശക്തമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ വിജയിക്കാൻ പറ്റുന്നുള്ളത് നമ്മളെ ലീഡേഴ്സ് നമുക്ക് കാണിച്ചു തന്നതാണ്. ഇന്നലെ വന്ന ഒരാൾക്ക് പോലും ഇതിന് മുന്നേ യാത്ര ചെയ്യുന്ന ലീഡറെ മറികടന്ന് പോവാനുള്ള ഒരു പ്ലാനാണ് ഈ കമ്പനിയിലുള്ളത്. എത്ര സുന്ദര സുലഭമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി. ഈ കമ്പനി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റ് കമ്പനിയിൽ നിന്നും വന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരനുഭവിച്ച യാതനകള്, കഷ്ടപ്പാടുകള്, വിശ്വാസമില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലേ നമ്മളെ കമ്പനിയുടെ മഹിമയും വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യത്തില് യാതൊരു സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞാല് എന്തൊക്കെ പ്രോഗ്രാമോ, 1-to-1 ആയിക്കോട്ടെ, അതുപോലെ ഗ്രൂപ്പ് മീറ്റിങ്ങുകളായിക്കോട്ടെ, ഏരിയ മീറ്റിങ്ങുകളായിക്കോട്ടെ, വലിയ വലിയ GTSകൾ ആയിക്കോട്ടെ, വലിയ വലിയ പ്രോഗ്രാമുകൾ ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും നമ്മൾ കൂടെ വന്നിട്ടുള്ള ആളുകളെ അതിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുകയും വേണമെന്നുണ്ടായി. എന്നാൽ മാത്രമേ അവർ വളരുള്ളൂ. അവർ വളർന്നോട് കൂടിയാണ് നമ്മളും വളരുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളൊക്കെ വളരണമെങ്കിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ചെയ്യുന്ന മേഖലയില് ഒരു ആത്മവിശ്വാസം നമുക്ക് വേണം. ഞാൻ വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. അതിനെപ്പറ്റി അഭിമാനം കൊള്ളുന്നവരാവണം ഞങ്ങള്. ഇപ്പൊ നമ്മളെ GTSലൊക്കെ ചില GTSൽ ഞാൻ കാണാറുണ്ട്, ഈ അച്ചീവ് ചെയ്ത ലീഡർമാര് ഈ കോട്ടൊക്കെ ഈ കവറിലൊക്കെ ചുറ്റി പടക്കി കൊണ്ടുവരും. എന്നിട്ട് ആളുകളെ ഇടയിലൂടെ കാണാൻ ഒരു കൈ പൊന്തും ആദ്യം, പിന്നെ കാല് പൊന്തും. എന്താ അപ്പൊ അവര് ആളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഈ കോട്ട് ഇടുകയാണ്, ചുറ്റി മടക്കി കൊടുന്ന കോട്ട്. ഈ ഹിന്ദിക്കാരെ പണിക്ക് വിളിച്ച മാതിരി. അതുപോലെ അല്ലെങ്കിൽ ആദ്യമൊക്കെ തമിഴന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ രാവിലെ ഒക്കെ സമയത്ത് കവലകളിൽ ഉണ്ടാവും കവറും തൂക്കി. എന്നിട്ട് ഏതെങ്കിലും വണ്ടി വരും, പണിക്കാരായിട്ട് അവരെ വിളിച്ചു കൊണ്ടുപോകും. അവരാ കവറിൽ തൂക്കിയിട്ട് വരും അവരെ പണിയായുധങ്ങള്. എന്നിട്ട് പണിസ്ഥലത്ത് നിന്ന് മാറുന്നത് പോലെ, ഇങ്ങനെ ഈ ഒരു പണിസ്ഥലത്ത് നിന്ന് മാറുന്ന പോലെ ഈ കോട്ടിട്ടും ഇത് വലിച്ചു കയറ്റിയിട്ടും ചുറ്റി കൊണ്ടുവന്ന ഒരു അവസ്ഥ കാണും. അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് അവരെ ഇരിക്കുന്ന ആ കൊമ്പിനെ പറ്റി അല്ലെങ്കിൽ ആ മരത്തെ പറ്റി അല്ലെങ്കിൽ ആ സീറ്റിനെ പറ്റിയുള്ള ഒരു വിശ്വാസം വരാത്തതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അത് ഞാൻ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു മേഖല എപ്പോഴും നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ അന്തസ്സത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കഴിയുന്നതും മുൻസീറ്റില് ഏറ്റവും മുന്നിൽ നമുക്ക് സീറ്റ് കിട്ടാൻ കഴിഞ്ഞാൽ അത്രയും മുന്നിൽ സീറ്റ് കൊണ്ടേ ഇരുത്തുക. അതോടൊപ്പം തന്നെ നമ്മളും കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബാക്കിൽ ആണ് ഇരിക്കുന്നതെങ്കിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ബാക്കിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവരുടെ സംസാരങ്ങളും പ്രവർത്തികളും കാരണത്താലൊക്കെ ഇവരെ ശ്രദ്ധ വരുന്നതൊക്കെ എന്ത് ചെയ്യാണ്, ഇവരെ ഈ ബാക്കിലോട്ട് മുന്നിൽ നടക്കുന്നതൊന്നും അവരറിയുന്നില്ല എന്നൊക്കെ. അതേപോലെ തന്നെ അവർ നമ്മൾ കൊണ്ടുവന്ന ആളുകളെ ഫോണ് എന്ത് ചെയ്യണം, സൈലന്റ് ആക്കുന്നുണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എന്റെ ഭാഷ പറഞ്ഞാല് നമ്മളെ കയ്യിലൊരു ഫെവിക്വിക്ക് കയ്യിലുണ്ടാകുന്ന എപ്പോഴും നല്ലത്. അത് നമ്മളിരിക്കുന്ന സീറ്റിലും നമ്മളെ കൂടെ ഇരിക്കുന്ന ആളെ സീറ്റിലൊക്കെ ഒന്ന് തേച്ചിട്ട് അതിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. എന്നിട്ട് ഈ രണ്ട് വ്യക്തിന്റെ ഷോളറിന്റെ ഈ ഫെവിക്വിക്ക് എന്നതൊക്കെ അപ്പൊ ഒക്കെ ഒട്ടിയിരിക്കുള്ളൂ. അപ്പൊ പെട്ടെന്ന് ആരും നീച്ചു പോവില്ല. ഞാൻ പറയുന്നത് ഇത് ഒരു ജോലിയായിട്ട് ഇരിക്കണേ,
ഫെവിക്വിക്ക് ആയിട്ട് നാളെ വന്നിട്ട് DTS മീറ്റിംഗിൽ വന്നുകൊണ്ട് അത് തേച്ചിട്ട് അതിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ മീറ്റിംഗിൽ കേട്ടതാണ് എന്നുള്ള ഇതിലല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കൂടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വരുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുന്നത് ആരാണ് അവർ കൊണ്ടുവന്ന ആളുകളെ, അവരെവിടെയുള്ളത്, അവരെന്താ ചെയ്യുന്നത്, എങ്ങനെയുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അവരെ കൂടെ നമ്മളും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവര് നമ്മളെ കൂടെ ഇരിക്കാനും കേൾക്കാനും ഒക്കെ നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയാം, സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെതായ ഒരു വഴി നമ്മൾ വേറെ വെട്ടാതെ വിജയിച്ച വ്യക്തികൾ എന്ത് ചെയ്യുന്നു, അവർ ചെയ്ത വഴി, അവരെന്താണോ ചെയ്യുന്നത് അത് നമ്മൾ അനുകരിക്കാൻ തയ്യാറായാൽ മാത്രം മതി എന്നാണ്. നമ്മള് എന്ത് ചെയ്യാണ്? നമ്മളതായിട്ടുള്ളൊരു വഴി വെട്ടാതെ. ഇപ്പൊ നമുക്ക് വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിലേക്ക് പോകാൻ നമുക്ക് പണ്ട് ആദിവാസി മൂപ്പൻ സായിപ്പുകൾക്ക് കാണിച്ചെടുത്ത ആ വഴിയിലൂടെ പോവാതെ എനിക്ക് വയനാട്ടിലേക്ക് ഒരു പുതിയ വഴി വേണം, ഞാൻ അതിലൂടെ പോവുള്ളൂ എന്ന് ഇതാക്കാതെ എന്ത് ചെയ്യുക? വിജയിച്ച ആളുകൾ സഞ്ചരിച്ചിട്ടുള്ള, പൂർവികർ സഞ്ചരിച്ചിട്ടുള്ള ആ വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? പോവാൻ തയ്യാറാവണമെന്നുള്ള. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് നമുക്ക് നമ്മളെ മുൻഗാമികളായിട്ട് നമ്മുടെ ടീമിൽ ധാരാളം ആളുകളുണ്ട്, കാരണം ഒന്നില്ലായ്മയെന്നും വല്ലായ്മയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നമ്മള് ഉമർ ഉസ്താദിനെ പോലുള്ള, കാരണം എനിക്കൊക്കെ എന്നും പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയാണ് ഉമർ ഉസ്താദ്. ഒരുപക്ഷെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ പേര്, കാരണം കഷ്ടപ്പെട്ട അദ്ദേഹം എന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. പട്ടിണിയുടെയും 2-3 ദിവസം ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയൊക്കെ വന്ന സമയങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത്, ഇന്നും എന്നെ പോലെയുള്ള ഉമർ ഉസ്താദിനെ പോലെയുള്ള ആളുകളൊക്കെ, വേറെ അല്ല പലരും ഉണ്ട്, എനിക്ക് അറിയുന്ന ആളെ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഒക്കെ വിജയിച്ചിട്ടുള്ള ഈ ഒരു കമ്പനിയാണ് ഇത്. അപ്പൊ ഈ ഒരു ഇവര് വിജയിച്ച ആളുകളെ പിന്തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റി എന്നുള്ളതാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും ബിസിയുള്ള ആളുകളായിട്ട് മാറുക. നമുക്ക് ഇന്ന് വർക്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ബാഗും തൂക്കി നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വീട്ടുകാർക്കായിക്കോട്ടെ, നാട്ടുകാർക്കായിക്കോട്ടെ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാണ്? ഇവൻ അത് സാധാരണ പോലെയല്ല, ഇവൻ എന്തൊക്കെയോ വരുമാനങ്ങളുണ്ട്, അല്ലാതെ ഇവരങ്ങനെ ബാഗും തൂക്കിയും അല്ലെങ്കിൽ ഇതാക്കുന്നതൊന്നും പോവില്ല എന്നുള്ള ചിന്താഗതി എന്ത് ചെയ്യണം? നമ്മളെ വീട്ടുകാർക്കും നമ്മളെ നാട്ടുകാർക്കും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും നമുക്ക് അപ്പോയിന്റുകൾ ഉണ്ടായിരിക്കണം. അതിന്റെ റിസൾട്ട് എന്താവട്ടെ, നമ്മൾ പോകുന്ന വർക്കിന് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, വേണ്ടത്ര ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, സ്വീകാര്യത കിട്ടിയിട്ടുണ്ടാവില്ല. അതൊന്നും നോക്കണ്ട, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു വ്യക്തി പോലും വിജയിക്കാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവര് ചെയ്യോ, ഇവര് ചെയ്യോ, അവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ, ഇവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. അതൊക്കെ മാറ്റി വെച്ചിട്ടാവണം നമ്മളിത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ പണിക്കന്മാരെ പണിയാണല്ലോ അവരെ കൊണ്ട് സാധിക്കോ, ഇവരെ കൊണ്ട് പറ്റൂല, ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ആ പ്രവൃത്തി നമ്മൾ ഏറ്റെടുക്കാതെ അതിനൊരു പ്രത്യേക തരം ആൾക്കാരുണ്ട് ജ്യോതിഷം പഠിച്ചില്ല, അവർക്ക് വിട്ടുകൊടുക്കുക. നമ്മളെ എല്ലാവരോടും ഈ ഒരു ബിസിനസിനെ പറ്റി എന്ത് ചെയ്യാണ്? പ്രസന്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അതിനൊക്കെ വേണ്ടത് എന്താ? നമ്മളെ കയ്യില് അതിനുള്ള അസറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം സാധിക്കുള്ളൂ. എന്താണ് നമ്മളെ ഇതിന്റെ ബൈബിൾ എന്ന് പറയുന്നത്, ഖുർആൻ എന്ന് പറയുന്നത്, ഗീത എന്ന് പറയുന്നതൊക്കെ എന്താണ്? നമ്മളെ ലിസ്റ്റാണ്. ലിസ്റ്റ് ഈസ് ദ ബിസിനസ് മസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ബിസിനസ്സില് നമ്മൾക്ക് എത്രത്തോളം ലിസ്റ്റിന്റെ വലിപ്പം കൂടുന്നതോ അത്രത്തോളം നമ്മളെ ബിസിനസിന്റെ ആയം കൂടും, വരുമാനത്തിന്റെ ആയം കൂടും എന്നുള്ളതാണ്. ദിവസം കാണുന്ന ആളുകളെ നമ്മൾ ദിവസം എഴുതിക്കൊണ്ടേയിരിക്കുക. നമ്മളെ ലിസ്റ്റ് എത്രത്തോളം നീളം കൂടുന്നോ അത്രത്തോളം നീളം കൂടട്ടെ. അവരെ പേരും അവരോടൊക്കെ ഒരു അപ്പോയിന്റ്മെന്റ് നേടുക. പക്ഷെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? ഈ വെളിച്ചപ്പാട് ചെയ്യുന്ന പോലെ പറയുന്ന സമയത്ത് തന്നെ വെട്ടരുത്. എന്ത് ചെയ്യണം? കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ബിസിനസ് പ്രസന്റ് ചെയ്യാൻ നിൽക്കരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? തമ്മില് കുറച്ച് സമയം എടുക്കും, തമ്മിൽ ഒരു വിശ്വാസം വരാൻ എന്നുള്ളതാണ്.
തമ്മിലൊന്നൊരു വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമയം എടുക്കുന്നുള്ളതാണ്. അപ്പൊ ആദ്യം ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ വ്യക്തിയുടെ പ്രവൃത്തിയെ ആ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. മനസ്സിലാക്കണം. ആ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെ ഇഷ്ടപ്പെടുന്നതിന് മുന്നേ അദ്ദേഹം ആദ്യം ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിത്വത്തെയാണ്, ആ വ്യക്തിയെയാണ്. ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പൊ ആദ്യമേ വേണ്ടത് നമുക്ക് അവരിൽ ഒരു വിശ്വാസം ജനിപ്പിക്കുക, നമ്മളെ പറ്റി ഒരു വിശ്വാസം ജനിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. എന്നിട്ട് മാത്രമേ നമ്മളെ പ്രവൃത്തി എന്താണെന്നും നമ്മളെ ബിസിനസ് എന്താണെന്നും കമ്പനി എന്താണെന്നും ഉൽപ്പന്നം എന്താണെന്നൊക്കെ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഈ സിസ്റ്റം ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു ടീമിനെ, നല്ലൊരു ഗ്രൂപ്പിനെ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്നുള്ളതാണ്. അത് മാത്രം പോരാ, ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ, ഇതിലേക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്താഗതിക്കാരാണോ, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നല്ല വിശ്വാസങ്ങൾ മാത്രം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാവണം. നെഗറ്റീവ് ചിന്താഗതികളെ നമ്മൾ വലിച്ചെറിഞ്ഞവരാവണം. നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇരുന്ന സീറ്റിൽ പോലും, അവരുടെ വാക്ക് പോയിട്ട് അവർ ഇരുന്ന സീറ്റിൽ പോലും ഇരിക്കരുത് എന്നാ പറയുന്നത്. കാരണം ആ ഈ സീറ്റിന് പോലും അത്രയും വിഷമുണ്ട് എന്നാ പറയുന്നത് എന്നല്ല, അവരെ കണ്ടാൽ ഓടണം എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ദിവസവും നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള മനുഷ്യനായിട്ട്, ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട്, നല്ല നല്ല ചിന്താഗതികൾ മാത്രമുള്ള ഒരു മനുഷ്യനായിട്ട് മാറിയാൽ മാത്രമേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലുള്ള ഇങ്ങനെയുള്ള ഈ മേഖലയിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഡോക്ടർ അടുത്ത് പോയാൽ പറ്റുമോ? അത് ഇല്ല. ഇത് ഡോക്ടർ അടുത്ത് പോയാൽ കേട്ടാ മാറാവുന്ന സംഭവമല്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് നല്ല നല്ല ദിവസം ദിനം പ്രതി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ല പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് കാണുക, നല്ല പോസിറ്റീവായിട്ടുള്ള ബുക്കുകൾ വായിക്കുക, അവര് വിജയിച്ച വ്യക്തികളായിട്ടുള്ള അവരെ സ്പീച്ച് നമ്മൾ കേൾക്കുക. ഇങ്ങനെ മനം കുളിരുന്ന സംഭവങ്ങൾ ആദ്യമേ നമ്മൾ ചെയ്ത് നമ്മളിൽ പോസിറ്റീവ് തിങ്സ് നിറച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പിന്നെ നീങ്ങാൻ പാടുള്ളൂ. ദിനം പ്രതി ഒരു ദിവസം പോലും വിടാതെ എന്നും ജ്വലിക്കുന്ന ഒരു സൂര്യ തേജസ്സായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളെ കൂടെ വരാൻ ആയിരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ എത്രത്തോളം ആളുകളുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര പേര് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്? നാളെ അയൽവക്കത്ത് എത്ര പേരുണ്ട്? അതിൽ എത്ര പേര് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്? നമ്മളെ വാർഡിൽ എത്ര പേരുണ്ട്? അതിൽ എത്ര പേര് നമ്മളെ കൂടെ വന്നിട്ട്? നമ്മളെ പഞ്ചായത്തിൽ എത്ര പേരുണ്ട്? അതിൽ എത്ര പേര് നമ്മളെ കൂടെ വന്നിട്ട്? ഇനിയും അനേകായിരം ആളുകള് വരിയായിട്ട് നിൽക്കുകയാണ്. അനേകായിരം ആളുകൾ വരിയായിട്ട് നിൽക്കുകയാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഒരു പക്ഷേ അവർ നിങ്ങളെ കൂടെ വരാത്തതിന് കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അവർ കൂടെ വരാത്തതിന് കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുന്ന ആ ഭാഷ അവർക്ക് മനസ്സിലായിട്ടില്ല, ഈ ബിസിനസ് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല, നമ്മൾ പ്രസന്റ് ചെയ്ത ആ രീതി അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് അവർക്ക്. അപ്പൊ അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണോ നമ്മുടെ പരാജയം എന്നുള്ളത്, നമ്മൾ ദിനം പ്രതി ചെയ്യുന്ന വർക്കുകൾ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ എവിടേക്കോ പരാജയങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചെയ്ത അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലീഡേഴ്സിനെ കാണിച്ചാൽ അവർക്കറിയാൻ പറ്റും നമ്മുടെ കുറവുകൾ എന്താണെന്നുള്ളത്. ആ കുറവുകൾക്കുള്ള എന്ത് ചെയ്യാണ് പരിശീലനം നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ബെന്നിസാറായിട്ടും ഇത് വരെയുള്ള എല്ലാ ലീഡേഴ്സായിട്ടും നമുക്ക് മാറാൻ പറ്റും. നല്ല ബെന്നിസാറായിട്ടും മറ്റു ലീഡേഴ്സ് ഒക്കെ ആയിട്ട് മാറാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം. ഇവരൊക്കെ നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും ചില വീടുകളിലൊക്കെ ഈ തല മാത്രം കാണുന്ന കണ്ണാടിയാണ് ഉണ്ടാവുക. അവിടെ നമ്മൾ തല മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ശരീരം മൊത്തത്തിലുള്ള കണ്ണാടി എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്യുക ഒരു റൂമില്. എന്നിട്ട് നമ്മൾ നമ്മോട് ചോദിക്കുക, എന്താണ് ഈ ബെന്നി സാറിനും എനിക്ക് തമ്മിലുള്ള കുറവ്? എന്താണ് ഈ ബിജു സാറിനും എനിക്കുള്ള കുറവ്? എന്താണ് മറ്റ് വിജയിച്ച ലീഡർമാരും തമ്മിൽ എനിക്കുള്ള കുറവ് എന്താണ്? അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള 2 കണ്ണ്, മൂക്ക്, പല്ല്, എല്ലാ അവയവങ്ങളും എനിക്കില്ലേ? എവിടെയാണ് ഞാൻ പരാജയപ്പെടുന്നത്? പിന്നെ അപ്പൊ എന്റെ പരാജയത്തിന് കാരണം ഞാൻ മാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഒരു റൂമിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റൂമിൽ സ്വയം ഇരുന്ന് വാതിൽ അടച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രസന്റ് ചെയ്യുക, പ്ലാൻ പ്രസന്റ് ചെയ്യുക, നമ്മൾ നല്ല നല്ല സ്പീച്ചുകൾ നടത്തുക, ഇത് പൊട്ടിച്ചിരിക്കുക, നമ്മള്
പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടൊരു കാര്യം നമ്മൾ ചെയ്യണം, എന്നിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതെന്താ വെച്ചാൽ വീട്ടുകാരെ അറിയിക്കണം ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം. അല്ലാത്ത പക്ഷം വീട്ടിൽ നിന്ന് പൊട്ടിച്ചിരികൾ കേൾക്കുന്നു, ഒറ്റയുള്ള സംസാരം കേൾക്കുന്നു, ഒറ്റക്കുള്ള സംസാരം കേൾക്കുന്നൊക്കെ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? എവിടെയോ ഇതായിട്ടുണ്ട്, എവിടെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടുകാരെന്ത് ചെയ്യും? ബന്ധുക്കാരെ വിളിച്ചു നടത്തും, അവരൊക്കെ വിളിച്ചു വരുത്തും. നമ്മൾ ഡോർ തുറക്കുന്നതോട് കൂടി നമ്മളെ കൊണ്ടുപോകാനും വണ്ടിയൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ചെന്നിറങ്ങുമ്പോഴാണ് ഹോസ്പിറ്റലിന്റെ ബോർഡ് വലിയ ഓളവട്ടോ ഗുരുവട്ടോ അല്ലെങ്കിൽ ഓളംപാറ എന്നുള്ള ബോർഡൊക്കെ നമ്മൾ കാണുന്നത്. ആ അവസ്ഥ ഉണ്ടാവരുത്. കാരണം നിങ്ങൾ ചെയ്യുന്നത് ഇതാണെന്നുള്ള നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വർക്ക് തുടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാവണം. ഏത് പാതിരാത്രിക്ക് നമ്മൾ ചെന്നാലും വീട് തുറന്നു തരാന്, വീടിന്റെ വാതിൽ തുറന്നു തരാൻ നമ്മളെ അമ്മ, ഉമ്മ, ഉപ്പ, സഹോദരി, ഭാര്യ ഇവർ തയ്യാറാവണം. അവരെങ്ങനെ തയ്യാറാവുക? അവർ തയ്യാറാവണമെങ്കിൽ ഈ ബിസിനസ് എന്താണെന്ന് അറിയണം. ഈ ബിസിനസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞാല് അവരത് മുഖവിലേക്ക് എടുത്തോള ഉണ്ടാവണമെന്നില്ല. കാരണം എന്താ അറിയോ? നമ്മൾ മറ്റ് പല കമ്പനിയിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പല ബിസിനസ്സും ചെയ്ത് തൂഫാനായ ആൾക്കാരാവും. അപ്പൊ അതിന് നമ്മളൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് അവർ ആദ്യം തന്നിട്ടുണ്ട്. അപ്പൊ ഇവർ എവിടെ ചെയ്താലും ഇതേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു മനസ്സ് അവർക്ക് ഉണ്ടായതുകൊണ്ട് ചിലപ്പോ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാന് അല്ലെങ്കിൽ പച്ചക്കൊടി കിട്ടാന് പെട്ടെന്നും സാധിക്കൂല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് വിജയിച്ച ആളുകളെ കൊണ്ടുവന്ന് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക, നമ്മളെ ലീഡർമാരെ. അതേപോലെ തന്നെ കമ്പനി GTSകളിൽ അവരെ കൊണ്ടുപോയിട്ട് കുടുംബത്തിനെ കൊണ്ടുപോയിട്ട് ആദ്യം ഇരുത്തുക. കാരണം അവരാണ് നമ്മളെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് പ്രചോദനം ചെയ്യുന്ന വ്യക്തി. ഏതൊരു മനുഷ്യൻ വിജയിക്കുന്നതിന് മുന്നിലും ഒരു സ്ത്രീയുടെ കരങ്ങളുണ്ട് എന്ന് പറയുന്നു. ഏതൊരു പുരുഷൻ വിജയിക്കുന്നതിന്റെ പിന്നിലും ഏത് സ്ത്രീ വിജയിക്കുന്ന പിന്നിലും ഇതേപോലെ തന്നെ മാറി മറിഞ്ഞു വരുന്നുണ്ട് ആ സപ്പോർട്ടുകൾ എന്നുള്ളതാണ്. പിന്നെ ഒരു വിജയിക്കുക എന്ന് പറഞ്ഞാൽ വിജയം ഒരാളെ കുത്തകയൊന്നുമല്ല. ഒരു മനുഷ്യൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഒരു സംഭവം നേടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അത് നേടാൻ കഴിയും എന്നുള്ളത് പ്രകൃതി നിയമമാണ്. ഇവിടെ അങ്ങനെ ആർക്കും അത് തീരെഴുതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ പാറ്റന്റ് ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കളി തുടങ്ങേണ്ടത് ജയിക്കാനായിട്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റുള്ളവര് ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. അവരുടെ പരാജയങ്ങളിൽ നിന്നും നമ്മൾ അവരെ പരാജയപ്പെടാനുള്ള കാരണത്തെ പറ്റി നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ സ്വഭാവ ഗുണമുള്ള വ്യക്തികളുമായിട്ട് നല്ല സമ്പർക്കം നമ്മൾ പുലർത്തുക. സസ്വാഭാവികളായിട്ടുള്ള ആളുകളായിട്ട്, ഇതിൽ വിജയിച്ച ആളുകളായിട്ടൊക്കെ നല്ല എന്ത് ചെയ്യുക, അവരായിട്ട് നല്ല ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ച് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന് മുന്നേ വേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ ഒരു മനസ്സിന് നമ്മൾ ഉടമകളാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പല ആളുകളും ഇതാക്കാറുണ്ട്, ഈ ടീമൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ സമ്പാദ്യശീലം വളർത്തിക്കാളും. അതൊക്കെ നമുക്ക് ലീഡർമാർ പറഞ്ഞൊരു സംഭവം, നിശ്ചിത ടൈം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സമ്പാദ്യത്തിലേക്ക് കിടക്കാൻ പാടുള്ളൂ. ആദ്യമൊക്കെ നമുക്ക് ചെറിയ ചെറിയ വരുമാനമേ കിട്ടുള്ളൂ. ഇതില് മറ്റ് കമ്പനികളിൽ വ്യത്യസ്തമായിട്ട് ഈ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ പല കമ്പനികളിലും കുറച്ച് സമയം കഴിഞ്ഞാലേ വരുമാനം പാസ് ചെയ്യുമ്പോൾ ഇതിൽ തുടക്കക്കാർക്കാണ് വരുമാനം കൂടുതൽ. അവർക്ക് എന്ത് ചെയ്യണം? സ്പോട്ട് വരുമാനം ഉണ്ട്, അതേപോലെ വീക്കിലി വരുമാനം കിട്ടുന്നുണ്ട്. നമ്മൾ ലീഡേഴ്സിനൊക്കെ എന്തേ ഉള്ളൂ? വീക്കിലി ആഴ്ച കിട്ടുന്ന വരുമാനമേ ഉള്ളൂ, അവർക്ക് ടീമിൽ നിന്ന് കിട്ടുന്ന വരുമാനമേ ഉള്ളൂ. പക്ഷെ നമുക്കല്ല, തുടക്കക്കാർക്ക് അതല്ല. അവര് ദിവസം വിൽക്കുന്ന, ദിനം പ്രതി വിൽക്കുന്ന അതിന്റെ സ്പോട്ട് കമ്മീഷൻ വരെ അവർക്ക് കിട്ടുന്നു. 2 തരം വരുമാനം കൊണ്ടാണ് അവർ ഇതാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടുന്ന വരുമാനം സേവ് ചെയ്ത് വെക്കാതെ അത് ടീമിലേക്ക് തന്നെ ഇറക്കുക. ഈ ചെറിയ മീനിനെ കൊളുത്തി വലിയ മീനിനെ പിടിക്കുന്ന ഒരു പരിപാടികളാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമൊക്കെ എന്ത് ചെയ്യാണ്, ചെറിയ ചെറിയ മീനുകളെ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞത് കൊടുക്കുക. നമ്മൾ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. എന്നാൽ മാത്രമേ നമുക്ക് ടീം വളരുള്ളൂ, ടീമിൽ വിശ്വാസങ്ങൾ വരുള്ളൂ, നമ്മളൊരു ഇതുള്ളൂ. അല്ല, പലരും ചില ആളുകളൊക്കെ നമ്മളെ ഈ ടീമിന്റെ കാര്യങ്ങളല്ല, ചില ആളുകളൊക്കെ ഞാൻ അറിയുന്ന, എനിക്ക് വ്യക്തിപരമായിട്ട് പല ആളുകളായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഞാൻ എല്ലാ ലീഡേഴ്സിനും അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ എന്നുള്ളതാണ്. അവരൊക്കെ വിജയിച്ച വഴികളെ, അവരൊക്കെ വന്ന വഴികളെ പറ്റി ഞാൻ സൂക്ഷ്മം പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞത് അവരൊക്കെ വെച്ചിട്ടുള്ള ടാർഗറ്റുകള് ചെറിയ ചെറിയ ടീമിന് ഓഫറുകൾ കൊടുത്തുകൊണ്ട് അവരെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ അവരെ പങ്കൊക്കെ വളരെ വലുതാണ് എന്നുള്ളതാണ്. അത് ചില ആൾ എന്ത് ചെയ്യും, നമ്മളെന്ത് ഒരു ചെറിയ സ്റ്റോറിക്ക് ഓർമ്മ വരികയാണ് ഈ സമയത്ത്. അതായത് അത് മറ്റൊന്നുമല്ല, ഒരാള് എനിക്കിത് ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ, ഇന്നത് നേടിക്കഴിഞ്ഞാൽ, ഈ ആഴ്ചയിൽ ഇത്ര വരുമാനം കിട്ടിക്കഴിഞ്ഞാല്
അല്ലെങ്കിൽ ഇത്ര ബിസിനസ് നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇന്ന സംഭവം ഞാൻ എന്ത് ചെയ്യും. അപ്പൊ ഒരാൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ആള് മീൻപിടുത്തക്കാരനായിരുന്നു, ആള് വെള്ളത്തിൽ ഇങ്ങനെ മീൻ പിടിക്കുക, ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളെന്ത് ചെയ്യും, മുത്തപ്പനോട് ഒരു വഴിപാട് ചെയ്യും. എനിക്ക് കിട്ടുന്ന മീന്, ഫസ്റ്റ് കിട്ടുന്ന മീന് ഞാൻ മുത്തപ്പനുള്ളതാണ്. ഫസ്റ്റ് കിട്ടുന്ന മീന് ഞാൻ എന്ത് ചെയ്യും, മുത്തപ്പന് കൊടുക്കും. എന്നിട്ടാണ് അയാള് ചൂണ്ടയിടാൻ ആരംഭിച്ചത്. കാരണം ദിവസങ്ങളായിട്ട് അയാൾക്ക് മീനൊന്നും വല്ലാതെ കിട്ടുന്നില്ല. ഇന്ന് എന്തായാലും എന്ത് ചെയ്യും, വഴിപാടോട് കൂടി തുടങ്ങാന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ എന്ത് ചെയ്ത് കാത്തു നിന്ന് മീനിലിങ്ങനെ അതിൽ ചൂണ്ടയിലേക്ക് അതിന്റെ ഇരകളൊക്കെ കൊത്തിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് ഇങ്ങനെ ഇതാക്കി നോക്കി. ആ സമയത്താണ് ഇങ്ങനെ കുത്തുന്നത്. ഏതായാലും കുത്തി വലിച്ചു നോക്കിയ വലിയൊരു മീൻ. ഏതായാലും വഴിപാട് വലിച്ചു എന്ത് ചെയ്ത് ആ മീനൊക്കെ പിടിച്ച് വലിച്ചു കയറ്റി. ആ പിടിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത്, പിടിച്ചു നോക്കിയപ്പോഴാണ് വലിയ മീനാണത്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചത്, എന്തിനാ മുത്തപ്പൻ ഇത്ര വലിയ മീനിന്റെ ഒക്കെ ആവശ്യം? വഴിപാട് ഞാൻ മീൻ കൊടുക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഫസ്റ്റല്ല മീൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത്രയും വലിയ മീനിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഈ മീന് എനിക്ക് ഞാൻ കൊണ്ടുപോയിക്കാണെങ്കിൽ ധാരാളം പൈസ എനിക്ക് കിട്ടും. അപ്പൊ അടുത്ത മീനാവാം. ഇദ്ദേഹം എന്ത് ചെയ്ത് മുത്തപ്പനോട് പറഞ്ഞ മീൻ എന്തായാലും ഈ മീൻ മുത്തപ്പ ഞാൻ എടുക്കാം, അടുത്ത മീൻ എന്തായാലും മുത്തപ്പനുള്ളതാണ്. അപ്പൊ ആ മീനിനെ എന്ത് ചെയ്ത് ആൾ കരക്ക് കൊട്ടയിൽ വെച്ച് ഇതിങ്ങനെ അടുത്ത ചൂണ്ട ഇര കൊടുത്ത് ചൂണ്ട വെള്ളത്തിലേക്ക് ഇട്ട് ആ സമയത്ത് ഇങ്ങനെ കൊടുത്തു തരുന്ന സമയത്താണ് ഈ കൊട്ടയിലെല്ലാം മീൻ ചാടി വെള്ളത്തിലേക്ക് ചാടും. അപ്പോഴാണ് അദ്ദേഹത്തിന് അമളി മനസ്സിലായത്. അപ്പൊ അദ്ദേഹം പിന്നെ പറഞ്ഞെന്താ വെച്ചാല്, ഈ മുത്തപ്പന് ഒരു തമാശയിലും ചേരൂല. കാരണം ഞാനൊരു തമാശക്ക് പറഞ്ഞത് മുത്തപ്പനുള്ള മീൻ തന്നെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് പിടിച്ചത്. ഞാൻ തമാശ പറഞ്ഞതാണ് അടുത്ത മീനാക്കാൻ മുത്തപ്പന് തരാന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്ത് ഈ വെള്ളത്തിൽ പോയപ്പോഴാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതുപോലെയാണ് ചില ആളുകൾ എന്ത് ചെയ്യാ, നമ്മൾ ടീമിന് എന്തെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കാൻ തന്നെ ഇതായിരിക്കാം. ഇങ്ങനെയുള്ള അത് നമ്മൾ അപ്പൊ എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം, നമ്മുടെ ടീം പെട്ടെന്ന് വളരുന്നതാണ് എന്നുള്ളത്. കാരണം ഇത് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ വിജയിച്ച നമുക്ക് എപ്പോഴും ഒരു ഫോളോ അപ്പ് ചെയ്യാനും മാതൃകയാക്കാൻ ഏതെങ്കിലും ഒരു ലീഡർ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇതിൽ വിജയിച്ച ആളുകളെ നമ്മൾ മാതൃകയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഇതിലൂടെയൊക്കെ വിജയിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വരുന്നില്ല. കാരണം നമ്മള് പല ലീഡർമാരെ പരിശോധിച്ചു നോക്കും. നമ്മളെ കോഴിക്കോട് വരുന്ന ആളുകളിൽ ഏകദേശം 18 വയസ്സായ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി തൊട്ട് പ്രായമായിട്ടുള്ള ആളുകൾ വരെ കമ്പനിയുടെ സീലിംഗ് അച്ചീവർമാരായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. കൂലിപ്പണിക്കാരുണ്ട്, മറ്റ് മീൻ കച്ചവടക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. വാഹനം പോലും ഓടിക്കാൻ അറിയാത്ത ആളുകൾ ഈ കമ്പനിയിൽ വന്ന് വാഹനം എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠിച്ച ഒട്ടനവധി ആളുകള് എന്ത് ചെയ്യാൻ, ഒട്ടനവധി ആളുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ നമ്മൾ കോഴിക്കോട് മീറ്റിങ്ങിലായിക്കോട്ടെ, കമ്പനിയുടെ മറ്റ് GTSകളിലായിട്ട് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ വിജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മാത്രമല്ല. നമ്മള് ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്കറിയാം, പല ജോലികള്, ഗവൺമെന്റ് ജോലികള് ഉണ്ടായിട്ട് പോലും അത് രാജിവെച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒട്ടനവധി ആളുകള് നമ്മൾ കണ്ടിട്ടുണ്ട്. എയർടെൽ സെക്രട്ടറിമാരുണ്ട്, അതുപോലെ റെയിൽവേ മാനേജർമാരുണ്ട്, സർക്കാരിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പിന്നാമ്പുറം ആളുകളെ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകള്, വക്കീൽമാരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, ഒട്ടനവധി ആളുകളാണ് ഇന്ന് ഈ കമ്പനി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് നമ്മൾ ചീറ്റ് ചെയ്യാൻ വന്ന കമ്പനിയല്ല. 1 ഇട്ടാ 2 കിട്ടും, 2 ഇട്ടാ 4 കിട്ടും, 4 ഇട്ടാ 6 കിട്ടും, അങ്ങനെ പോകുന്ന കമ്പനിയല്ല, പൈസ ഇരട്ടിക്കുന്ന കമ്പനിയല്ല. ഈ പണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് നല്ല പണമാണ്, പലിശയല്ല ഇത്. പൈസ ഇരട്ടിച്ചു വരുന്ന ഇതല്ലത്, കച്ചവടത്തിൽ നിന്ന് വരുന്ന പൈസയാണ്. ശരിക്കും സ്ഥായിയായിട്ടുള്ള കച്ചവടത്തിൽ വരുന്ന പൈസയാണ് ഇത്. ഒരിക്കലും പലിശ ഇനത്തിൽ വരുന്നില്ല, മറ്റ് വേണ്ടാത്ത രീതിയിലൊന്നും വരുന്ന പൈസയല്ല ഇത്. ശരിക്കും ഇത് ഹലാലായ പൈസയാണ്, ഹറാമായ പൈസയല്ല. നമ്മൾ സാധാരണ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ഏതൊരാൾക്കും ഇവിടെ നമുക്ക് ചിന്തിക്കാൻ, മറ്റു ചിന്തകൾക്കൊന്നും നേരമില്ല. രാഷ്ട്രീയം പറയാൻ നേരമില്ല, ജാതി മതങ്ങളെ പറ്റി പറയാൻ നേരമില്ല. നമ്മളൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ, ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഭാഷനെന്നോ ബുദ്ധനെന്നോ എന്ന വ്യത്യാസമില്ലാതെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ദിനം പ്രതി തോളിൽ കൈവച്ചുകൊണ്ടാണ് നമ്മൾ ദിവസവും ജീവിക്കുന്നത് എന്നുള്ളതാണ്.
ഒരു ഡോക്ടർ ദിവസം ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് ധാരാളം കേസുകൾ കിട്ടണേ. അതിനർത്ഥം എന്താണ്? അയാളെ പ്രാർത്ഥനയുടെ ഫലം എന്താണ്? ദിനം പ്രതി രോഗികൾ പെരുകട്ടെ, കേസുകൾ കിട്ടട്ടെ, ദിനം പ്രതി ആളുകൾക്ക് രോഗം പിടിക്കട്ടെ എന്നാണ് അദ്ദേഹം ദിവസം പ്രാർത്ഥിക്കുന്നത്. ഒരു വക്കീൽ ഉദ്യോഗസ്ഥൻ എങ്ങനെ എന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് കേസ് കിട്ടട്ടെ എന്നുള്ളതാണ്. എനിക്ക് ധാരാളം കേസ് കിട്ടണേ ദൈവമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. അതിനർത്ഥം എന്താ? നാട്ടിൽ കൊലപാതകങ്ങളും പിടിച്ചുവലികളും ബലാത്സംഗങ്ങളും ഇങ്ങനെയുള്ള പ്രവർത്തികൾ കൂടിക്കൂടി വരട്ടെ, അത് പെരുകട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഒരു ശവപ്പെട്ടിക്കാരൻ പ്രാർത്ഥിക്കുന്നത് എന്റെ പെട്ടി ചെലവാവണേ എന്നുള്ളതാണ്. ദിനം പ്രതി ആളുകൾ മരിക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എന്റെ ഓർഗ് 1-ലും ഓർഗ് 2-ലുള്ള ആളുകളെ വിജയിപ്പിച്ചു തരാൻ എനിക്ക് ശക്തി തരണേ ദൈവമേ, എനിക്ക് ശക്തി തരണേ ദൈവങ്ങളെ, അവർ വിജയിക്കണേ ദൈവമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതിൽ ഈ 4 വ്യക്തികളുടെ പ്രാർത്ഥനയിൽ ദൈവം ആദ്യം കേൾക്കുന്ന പ്രാർത്ഥന ഏതാണ്? ആരെയാണ് ദൈവം ആദ്യം സെലക്ട് ചെയ്യുന്നത്? ഒരു സംശയവും വേണ്ട, ആദ്യം നമ്മളെയാണ് ദൈവം സെലക്ട് ചെയ്യുന്നത്. നമ്മളെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കുള്ളൂ. കാരണം നമ്മളെ പ്രവൃത്തി എന്ന് പറയുന്നത്, നമ്മളെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ടീമിലുള്ള, എന്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള, എന്റെ ടീമില് എന്റെ ഉമ്മക്ക് അല്ലെങ്കിൽ ഉപ്പാക്ക് പറക്കാതെ പോയ എന്റെ സഹോദരന് വേണ്ടി, എന്റെ സഹോദരിക്ക് വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി എനിക്ക് ആരോഗ്യം തരണേ, എനിക്ക് അതിനുള്ള കഴിവ് തരണേ, അതിനുള്ള മനസ്സ് തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് നമ്മുടെ വിജയത്തിന്റെ ബലം എന്നാണ്. നോക്കൂ, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആരോഗ്യവും സമ്പത്തും സമ്പാദ്യവും, ആരോഗ്യം, സമ്പത്തും വിദ്യാഭ്യാസവും എല്ലാം നമുക്ക് കോർത്തിണങ്ങിയിട്ടുള്ള ഒരു മേഖലയാണിത് എന്നുള്ളതാണ് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. മറ്റെന്തൊരു മേഖലയിലായിക്കോട്ടെ, ചിലപ്പോ പണം ഉണ്ടാവാം, ആരോഗ്യം ഉണ്ടാവില്ല. ചില സമയത്ത് എന്ത് ചെയ്യാണ്, സമ്പത്ത് ഉണ്ടാവാം, പക്ഷെ അത് ഉള്ള ആരോഗ്യം, അത് കൊണ്ടുനടക്കാനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ചിലപ്പോ സമ്പത്തും ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, ആൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. കാരണം ഒരു കൂട്ടിലാകപ്പെട്ട കിളിയെ പോലെ ജീവിക്കുന്ന ഒരാളാവാം. പക്ഷെ ഇതൊന്നുമല്ലാതെ വരുമാനവും ആരോഗ്യവും സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടുന്ന ഒരു മേഖല നമ്മളെ MI ലൈഫിനെ പോലെയുള്ള ഈ കമ്പനിയിലല്ലാതെ വേറെ ഏത് കമ്പനിയിൽ നമുക്ക് കാണാൻ പറ്റും? നമുക്ക് ആഴ്ചയിൽ വരുമാനം വരുന്നു, ചെറുതും വലുതുമായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടുന്നു. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഈ കമ്പനി നമുക്ക് തരണു. അതിന് പുറമെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാനുള്ള ടൂറുകള് ടീം തരുന്നു. അതുപോലെ നമ്മളെ കമ്പനി മുന്നോട്ട് വെക്കുന്നു. തായ്ലൻഡ് പോലെ ഉള്ള രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ഒട്ടനവധി ലീഡർമാരുള്ള ഒരു മേഖലയാണ് നമ്മളുടെ കമ്പനി, നമ്മുടെ ടീം എന്നൊക്കെ പറയുന്നത്. അവര് പോയി കണ്ട ഭാഗങ്ങൾ നമ്മോട് ചെന്ന് വിവരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, പല ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞത്, കാറില് അല്ലെങ്കിൽ 4 വീലർ ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഡ്രൈവിംഗ് പഠിക്കുന്നത് സ്വന്തമായിട്ട് വണ്ടി കിട്ടിയിട്ടാണെങ്കിൽ ഇന്ന് പലരും പാസ്പോർട്ട് എടുക്കുന്നത് ഇതിലെ ടൂർ അച്ചീവ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ടൂറില് ഈ കമ്പനിയിൽ വന്നതിന് ശേഷമാണെന്നുള്ളതാണ്. ഇപ്പൊ ഒട്ടനവധി ആളുകളെ എനിക്ക് പരിചയപ്പെടാത്ത ഈ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്ത പുതിയ ആൾക്കാരെ എന്തിനാ ഈ കമ്പനി വെച്ചിട്ടുള്ള തായ്ലാന്റ് പോലുള്ള ഇത് എന്ത് ചെയ്യാണ്, അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. പക്ഷെ ഒട്ടനവധി ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു കമ്പനി വെച്ചിട്ടുള്ള തായ്ലാന്റ് പോലുള്ള വിദേശ രാജ്യങ്ങളില് ടൂർ വെച്ചിട്ടും പാസ്പോർട്ട് എടുക്കാത്ത ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ 2 ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നത് വെച്ചാൽ, ഒന്ന് ഭീരുവാണ്, മറ്റത് ധീരനാണ്. എന്താണ് ഭീരു എന്ന് പറയുന്നത്, എന്താണ് ധീരൻ എന്ന് പറയുന്നതിന് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ പാസ്പോർട്ട് എടുക്കാത്ത വ്യക്തി ഇന്ന് അവൻ സ്വയം പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. ഞാൻ വിദേശത്ത് പോവില്ല, എന്നെ കൊണ്ട് സാധിക്കൂല, എനിക്കതിനുള്ള കഴിവില്ല, എന്നെ പോലെയുള്ള ആളുകൾ ഇതിലൂടെ വിജയിക്കൂല, ഇതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് സാധിക്കുള്ളൂ എന്ന്, ഞാൻ കഴിവില്ലാത്തവനാണ്, കഴിവ് കെട്ടവനാണ്, കഴിവ് കെട്ടവളാണ് എന്നുള്ള ആ ഒരു പരാജയം അവർ ഇപ്പോഴേ സമ്മതിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രണ്ട്സ്, ഞാൻ പറയാനുള്ള പോകുന്ന ഇതാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ പാസ്പോർട്ട് ഇല്ലാത്ത ആളുകൾ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ കമ്പനി വെക്കുന്ന എന്ത് വിദേശ ട്രിപ്പുകളായിക്കോട്ടെ, എന്ത് ടൂറുകളായിക്കോട്ടെ, നിങ്ങൾ നേടിയിട്ടേ അടങ്ങൂ, നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങളെ ആദ്യം വിജയിക്കാൻ ആദ്യം വേണ്ടത് സ്വയം ഒരു വിശ്വാസം വരിക എന്നുള്ളതാണ്. നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാല് ഞാൻ വിജയിച്ച് അടങ്ങൂ, ഞാൻ നേടി അടങ്ങൂ,
ഞാൻ ഇതൊക്കെ അനുഭവിച്ചേ അടങ്ങൂ എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കമ്പനി വെക്കുന്ന ഏതൊരു ട്രിപ്പും അച്ചീവ് ചെയ്യുക. അതിന് മുന്നോടിയാണ് പാസ്പോർട്ട് ഇല്ലാത്ത ആളുകൾ പാസ്പോർട്ട് എടുക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ നേടിയിട്ടുണ്ടാവും. നമ്മളൊക്കെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളൊക്കെ ഇതിലൂടെ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ആഴ്ച 2-10 മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒക്കെ ആളുകൾ തന്നെ. പക്ഷെ പല ആളുകൾ സ്ഥിതി വിജയിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ലോട്ടറി എടുക്കാതെ തന്നെ, ടിക്കറ്റ് എടുക്കാതെ ഫസ്റ്റ് പ്രൈസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? അയാളൊരു തപസ് ചെയ്യുകയാണ്, കഠിനമായ തപസ് അതാണ് അദ്ദേഹം ചെയ്യുന്നത്. ദിനംപ്രതിയായിട്ട് അദ്ദേഹം ജലാംശം പോലും കഴിക്കാതെ, ഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹം തപസ് ചെയ്തതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരം ക്ഷയിക്കുകയും എല്ലും കോലും ഒക്കെ ആയിട്ട് മാറുകയാണ്. ഈ സമയത്ത് ശിവപാർവതി ഭഗവാന്മാര് പാർവതി ദേവിക്ക് സങ്കടം വരികയാണ്. കാരണം ഭഗവാൻ ഒന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സാധു, ആ ഭക്തൻ രക്ഷപ്പെടുമായിരുന്നു. അദ്ദേഹം ദിനംപ്രതി അദ്ദേഹത്തിന്റെ ആരോഗ്യം വഷളായിട്ട് കൊണ്ടിരിക്കുന്നു. ഈ സമയത്തൊക്കെ ഭഗവാനെ ഓർമ്മപ്പെടുത്തുന്നു. ഭഗവാന് അപ്പോഴും കണ്ണടച്ചിരിക്കുകയാണ്. അവസാനം കോപം കൊണ്ട് ദേവി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ മനസ്സറിയാത്തത്? നിങ്ങൾ എന്തായാലും ഇത്രയും കരിങ്കല്ലാണോ നിങ്ങളെ മനസ്സ് എന്ന് ചോദിച്ച് കോപത്തോട് ചോദിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അനുഗ്രഹിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ആ ഭക്തങ്ങളിൽ. അറിയാം ദേവി, പക്ഷേ അദ്ദേഹത്തെ അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഭക്തൻ ഒരു ടിക്കറ്റ് എടുത്താലല്ലേ എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെ അവസ്ഥ. നമ്മളൊക്കെ വിജയിക്കാൻ, ജീവിതത്തിൽ വിജയിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കഷ്ടപ്പാടിൽ നിന്നൊക്കെ കരകയറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇന്നലെ വരെ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെയാണോ തുടർന്ന് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നെങ്കിൽ, ഇന്നലെ വരെ നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് അത് തന്നെയാണ് തുടർന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ ചെയ്ത പ്രവൃത്തി തന്നെ ചെയ്തു വരുന്നെങ്കിൽ ചെയ്ത ഫലം എന്താണോ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അതിനെ കിട്ടാൻ പോകുന്നു. അതിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പുതിയ പുതിയ സ്റ്റെപ്പുകൾ വെക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ലീഡേഴ്സ് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവണം. അവര് പറയുന്ന വാക്കുകളെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, അവരുടെ ഒരു കൈ നമ്മൾ നീട്ടിക്കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളെ കൈ മുറുകെ പിടിക്കാൻ അവർ തയ്യാറാണ്. അവരുടെ കൈ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ല, അവർ നമ്മൾ തയ്യാറാണ്. കാരണം ഇന്ന് ഉത്സവപ്പറമ്പിലെ ഒരു സ്റ്റോറിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരു അച്ഛനും മകളും കൂടി ഈ ഉത്സവപ്പറമ്പിലേക്ക് പോയ സമയത്ത് കൂട്ടം തട്ടി ആന ഇത് ഇളകിയോട് കൂടി ആളുകൾ 4 പാട് ഓടാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ മകളോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോളെ അച്ഛന്റെ കൈ മുറുകെ പിടിക്കണം, അച്ഛന്റെ കൈ മുറുകെ പിടിക്കണം, ആൾക്കൂട്ടത്തില് വിട്ടുപോകരുത് എന്ന് അച്ഛൻ പറയുന്ന സമയത്ത് മോള് പറഞ്ഞൊരു വാക്ക്, അച്ഛാ ഞാൻ പിടിച്ച കൈ ചിലപ്പോ വിടാൻ സാധ്യതയുണ്ട്, അച്ഛന് കൈ പിടിക്കാൻ മുറുകെ പിടിക്കാൻ എന്നോട് ഈ മോൾക്ക് സാധിക്കൂല, പക്ഷേ അച്ഛൻ മോളെ അച്ഛൻ കൈ നീട്ടിത്തരാം, ഞാൻ കൈ നീട്ടിത്തരാം. മോള് പറഞ്ഞു എന്റെ കൈ നീട്ടിത്തരാം, അച്ഛൻ പിടിക്കണം, അച്ഛൻ മുറുകെ പിടിക്കണം. അച്ഛൻ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഈ മോളുടെ കൈ ഒരിക്കലും വിട്ടുപോകില്ല എന്ന്, മരണം പോലും സംഭവിച്ചാൽ മോളെ കൈ വിടില്ല എന്നുള്ളൊരു വിശ്വാസം മോൾക്കുണ്ട് അച്ഛ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യണം? മോളെ കൈ പിടിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക? കൈ നീട്ടാൻ തയ്യാറുണ്ടെങ്കിൽ, നമ്മൾ നീട്ടിക്കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ കൈ പിടിക്കാൻ നമ്മൾ ലീഡർ തയ്യാറാണ്. ആ ലീഡർ ആരുമായിക്കോട്ടെ, നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറവുള്ള ആളായിക്കോട്ടെ, പ്രായം കുറവുള്ള ആളാവാം, പ്രായം കൂടുതലുള്ള ആളാവാം, സ്ത്രീ ആവാം, പുരുഷനാവാം, മറ്റ് പല ന്യൂനതകളൊക്കെ ഉണ്ടാവാം. അതൊന്നും നോക്കാതെ അച്ഛൻ എന്നും അച്ഛനാണ്, ജന്മം നൽകിയ ആൾ എന്നും അച്ഛനാണ് എന്ന വിശ്വാസത്തോടു കൂടി ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന എന്റെ ലീഡർ എന്റെ ദൈവമാണ്, അയാൾ പറയുന്നത് അക്ഷരം പ്രതി നമ്മൾ അനുസരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ കമ്പനി എന്തൊക്കെയാണോ വെച്ച് നീട്ടുന്നത് അതൊക്കെ നേടാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒരു സംശയത്തിന് ഇടം പോലും നൽകാതെ നിങ്ങളെ ലീഡറെ വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്
എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമ്മളെ കഴിവുകേടുകളൊക്കെ നമ്മൾ മറക്കുക, നമ്മളെ ഇന്നലകളൊക്കെ നമ്മൾ മറക്കുക. അതൊക്കെ പോയ ബസ്സായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ആയിട്ടുള്ള ചെക്കായിട്ടോ നമ്മൾ കരുതുക. കാരണം നാളെ എന്ന ഒരു നല്ല ദിവസം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നല്ലൊരു ശുഭദിനം നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം, മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ നല്ലൊരു സമൂഹം നമ്മളെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ടീമില് നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ മണിമുത്തുകളായിട്ടുള്ള ഒട്ടനവധികൾ ആളുകൾ കടന്നു വരാൻ കെൽപ്പുള്ള ടീമിന് അധിപനാണ് നമ്മളെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമ്മളെ വിശ്വസിക്കുക, കമ്പനിയെ വിശ്വസിക്കുക, നമ്മളെ പ്രൊഡക്റ്റിനെ വിശ്വസിക്കുക, മാനേജ്മെന്റിനെ വിശ്വസിക്കുക, നമ്മളെ വഴികാട്ടികളായ ലീഡേഴ്സിനെ വിശ്വസിക്കുക. അവരുടെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. നമ്മൾക്ക് വിശ്വാസം ആണ് എല്ലാത്തിന്റെ വിജയത്തിന്റെ ആധാരം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഈ അവസരം തന്നിട്ടുള്ള ഈ ടീം സക്സസിനെയും അതുപോലെ തന്നെ ബെന്നി സാറോടും അതുപോലെ വിജി സാറോടും ഉമ്മർ ഉസ്താദിനോടും അയ്യൂബ് സാറോടും സാഹിദ് സാറോടും റമീസ് സാറോടും അതിനുപതി എന്നെ ഇതിലേക്ക് ഇന്ന് ക്ഷണിച്ചിട്ടുള്ള നമ്മളെ ZDC ലീഡായിട്ടുള്ള സുരേന്ദ്ര സാറോടും ഇന്ന് എന്റെ കടപ്പാട് ഞാൻ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാണ്. ഇന്ന് MC ചെയ്തിട്ടുള്ള നമ്മളെ ശ്രീലക്ഷ്മി മാഡത്തിനും മറ്റെല്ലാ ലീഡേഴ്സിനും ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും എന്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ, എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലവ്. എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ. സുപ്രഭാതം.